ഓസ്കർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഒന്നാകെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് അർജുൻ്റെ കുടുംബവും അതുപോലെ തന്നെ മനാഫും തമ്മിലുണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളും മനാഫിനെ കുറിച്ചുണ്ടായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളും എല്ലാം തന്നെ. സത്യത്തിൽ ഈ വിഷയത്തെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുകയാണെന്നെങ്കിൽ കഴിഞ്ഞ 2 മാസത്തോളമായി അർജുൻ എന്ന് പറയുന്നൊരു വ്യക്തി പലരുടെയും സ്വന്തം കുടുംബാംഗത്തെ പോലെ അത്രയും പ്രിയപ്പെട്ടവനായി മാറി. അർജുൻ്റെ കുടുംബവും അതുപോലെ തന്നെ സ്വന്തം കുടുംബമായി വരെ കരുതിയിട്ടുണ്ട്. സത്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നലുണ്ടായത്? അർജുൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളോട് ആരോടെങ്കിലും 1 മിനിറ്റ് സമയമെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങളോട് എപ്പോഴെങ്കിലും ഇടപഴകിയിട്ടുണ്ടോ? നിങ്ങളോടൊന്ന് ചിരിച്ചിട്ടുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ സ്വന്തക്കാരനായി കണ്ടത്? അതാണ് മലയാളിയുടെ മനസ്സ്. അപകടത്തിൽപ്പെട്ട സമയം മുതൽ സ്വന്തമെന്ന് കരുതിയ അർജുനെയും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട മകനെ ഓർത്ത് വിഷമിക്കുന്ന അമ്മയെയും കുടുംബത്തെയും ഒക്കെ സ്വന്തം കുടുംബത്തെ പോലെ തന്നെ കാണാൻ മലയാളിക്ക് കഴിഞ്ഞു. എല്ലാം വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളായിരുന്നു. നമുക്കറിയാം, മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടമോ വിഷമതകളോ സംഭവിക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് മലയാളികളുടെ പ്രത്യേകിച്ചും ഒരു സ്വഭാവ സവിശേഷതയാണ്. അതുകൊണ്ട് ആ ഒരു വികാരപരമായിട്ടുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തി നമുക്കേറെ പ്രിയപ്പെട്ടവനായത്. അതുപോലെ തന്നെ അർജുനൻ്റെ കുടുംബവും നമുക്ക് വളരെയേറെ പ്രിയപ്പെട്ടവരായത്. ഇവരെ ആരെയും നമുക്ക് പരിചയമില്ല. ഇവരാരുടെയും സ്വഭാവങ്ങളോ ഇവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കറിയില്ല. ആകെ നമുക്കറിയാവുന്നത് അവർ ചില വിഷമതകളിലാണ് എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിഷമിക്കുന്ന വേദനിക്കുന്നവനോടുള്ള നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരുതരം സ്നേഹം അല്ലെങ്കിൽ ഒരു വികാരവായ്പ് അതുമാത്രമാണ് അർജുനോടും കുടുംബവുമായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മനാഫ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ ഒരു അപകടം നടന്ന സമയം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ലോറിയുടെ ഡ്രൈവറാണ് അർജുൻ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആളുകളോടുള്ള സമീപനം കൂടിയാണ് നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടത്. കാരണം ഒരു വ്യക്തി എത്രത്തോളം മഹത്തരമായി മാറുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും ലാളിത്യത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആളുകളോട് പെരുമാറുമ്പോഴാണ്, സംസാരിക്കുമ്പോഴാണ് നമ്മളൊരാളെ വിലയിരുത്തുന്നത്. സംസാരിക്കാതിരിക്കുമ്പോൾ എല്ലാവരും നല്ലത് തന്നെയാണ്. തുറന്ന് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് വരുന്ന വാക്കുകൾ, അവർ നൽകുന്ന ബഹുമാനം, അവർ നൽകുന്ന പുച്ഛമനോഭാവങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതെയാക്കുന്നതും വെറുക്കപ്പെടുന്നതും എല്ലാം. സത്യത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ നമ്മളൊന്ന് മൊത്തത്തിൽ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ട വ്യക്തിയോട് അല്ലെങ്കിൽ കുടുംബത്തോടുണ്ടാകുന്ന നമ്മുടെ എല്ലാ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം അല്ലെങ്കിൽ സങ്കടം, അതിൽ നിന്നുണ്ടാകുന്ന ഒരു തരം സ്നേഹവായ്പാണ് അർജുനോടും കുടുംബത്തോടും ഉണ്ടായിരുന്നത്. പക്ഷെ മനാഫ് എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ലോറി നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം അർജുൻ എന്ന് പറയുന്ന ആ വ്യക്തിയോടുള്ള ഒരു വ്യക്തിപരമായ കടപ്പാട് കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ തന്നെ അങ്ങനെയാണെന്നുള്ളതാണ്. കാരണം അതൊരു സ്വന്തം കുടുംബത്തിലുള്ള ഒരാൾക്ക് തന്നെയാണ് ഇത് അപകടം സംഭവിച്ചത് എന്ന രീതിയിലേക്ക് അവിടെ നിന്ന് മാറാതെ അവിടെ തന്നെ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ തലങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റാവുന്ന എല്ലാ രീതിയിലും ഇടപെട്ടുകൊണ്ട് ലോറി കണ്ടെത്തുന്ന കാര്യത്തിലാണെങ്കിലും അർജുനെ കണ്ടെത്താൻ വേണ്ടിയാണെങ്കിലും വളരെയേറെ പരിശ്രമിച്ചു. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു മതത്തെയോ രാഷ്ട്രീയത്തെയോ ഒക്കെ നമ്മൾ കലർത്തിക്കൊണ്ട് അതിനെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ കൊണ്ടുചെന്ന് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എത്രത്തോളം പരാജയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം, അതാണ് നമ്മളവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം അത് ഈ ഒരു അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ബോഡി കണ്ടെത്തിയതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ വികാരപരമായിട്ടുള്ള പല സംസാരങ്ങളും നമ്മൾ കണ്ടു. അതിനെല്ലാം തന്നെ തികച്ചും ഒരു
അഭിനയത്തിൻ്റെ രൂപത്തിലേക്ക് നമ്മൾക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ കണ്ണിൽ ആ കണ്ണട നമ്മളൊന്ന് മാറ്റി വയ്ക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു സംശയദൃഷ്ടിയോടുകൂടി കാണുക, രാഷ്ട്രീയ ലാക്കോടുകൂടി കാണുക, മതപരമായിട്ടുള്ള വേർതിരിവോട് കാണുക, ഇതൊന്നും തന്നെ നമുക്കൊരു അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ മലയാളികൾ പൊതുവെ എന്ത് കാര്യങ്ങളിലും വളരെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. പക്ഷേ എന്നിരുന്നാലും പലപ്പോഴും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. കുറച്ച് പേരെങ്കിലും അർജുൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുന്നു, ഭൂരിഭാഗം ആളുകൾ മനാഫിൻ്റെ കൂടെ നിൽക്കുന്നു. ഇവിടെ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ മനോഭാവമാണ് ഇവിടെ പ്രധാനം. സത്യത്തിൽ അർജുൻ്റെ കുടുംബത്തോട് നമുക്ക് വിഷമമുണ്ട്, നമുക്ക് സഹതാപമുണ്ട്. പക്ഷേ എന്ന് കരുതി എന്തും പറയാനുള്ള ഒരു ലൈസൻസായിട്ട് അത് മാറാൻ പാടില്ല. കാരണം തെറ്റ് ചെയ്താൽ ആരാണെങ്കിലും തെറ്റ് തന്നെയാണ്. അത് തുറന്നു പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. അത് മനാഫിനെ പുകഴ്ത്തുന്നതായി പോവില്ലേ എന്ന് വിചാരിച്ച് നമ്മൾ മറച്ചു വെക്കേണ്ടതല്ല. മനാഫ് ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം ഇത്രത്തോളം മനാഫിനെക്കുറിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും പുഞ്ചിരിയോടുകൂടിയല്ലാതെ അദ്ദേഹം അതിന് പ്രതികരിച്ചിട്ടില്ല. കാരണം വളരെ സൗമ്യനായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലുപ്പമാണ് നമ്മളതൊന്ന് മനസ്സിലാക്കേണ്ടത്. സാധാരണ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇത്രത്തോളം ഞാൻ ചെയ്തു കൊടുത്തിട്ടും എന്നെ തള്ളി പറഞ്ഞില്ലേ എന്നുള്ള ഒരൊറ്റ കാരണം മതി പൊട്ടിത്തെറിക്കാൻ. പക്ഷേ ആ മനാഫിൻ്റെ അപക്വമായ പ്രതികരണം അതൊന്നു മാത്രം മതി അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത മനസ്സിലാവാൻ. ഇനിയും നിങ്ങൾക്കതിൽ ജാതിയും മതവും എല്ലാം കണ്ടുകൊണ്ട് നിങ്ങളതിനെ ദുഷ്ടലാക്കോടുകൂടിയാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ മനുഷ്യനായി പോലും കരുതാൻ കഴിയില്ല. ഇതിൽ രാഷ്ട്രീയം കലർത്തരുത്, ഇതിൽ മതം കലർത്തരുത്. ഇത് മനുഷ്യത്വത്തിൻ്റെ മാത്രം കാര്യമാണ്. അർജുൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമതകൾ മനാഫിൻ്റെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവർക്ക് വ്യക്തമായി മനാഫിനെ വിളിച്ച് സംസാരിക്കാമായിരുന്നു. അതിന് പകരമായിക്കൊണ്ട് ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണോ അല്ലയോ എന്നറിയില്ല, എന്നിരുന്നാലും അതിന് പകരം അവരൊരു പത്രസമ്മേളനത്തിലൂടെ മനാഫിനെക്കുറിച്ച് ഇത്തരം ഇല്ലാവചനങ്ങൾ പ്രചരിപ്പിക്കുക വഴി മനാഫിനുണ്ടായിട്ടുള്ള ആ ഒരു മാനസിക വിഷമം അവർക്ക് മനസ്സിലാക്കാൻ ഇത്രയും ദിവസം 2 ദിവസമായി ഇതിന് ശേഷമെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മനാഫിനൊന്ന് വിളിച്ച് മാപ്പ് പറയാനുള്ള ഒരു സന്മനസ് കാണിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾക്ക് വിഷമങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം, പക്ഷേ സ്വന്തം വിഷമം മാത്രം കണക്കിലെടുത്തുകൊണ്ട് വൈകാരികമായി പ്രതികരിക്കുകയല്ല നമ്മൾ വേണ്ടത്. നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ മറ്റൊരാളെ വിഷമിപ്പിക്കുന്നുണ്ടോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമുക്ക് വിഷമം വന്നു, നമുക്ക് വേദനിച്ചു എന്നതിൻ്റെ പേരിൽ എല്ലാവരെയും വേദനിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളൊരു സാഡിസ്റ്റായി മാറും. അപ്പോൾ അർജുൻ്റെ അളിയൻ വ്യക്തിപരമായി ഒരു പക്ഷേ അർജുനോടുള്ള സ്നേഹം കൊണ്ടോ വീട്ടുകാരുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അത്തരത്തിൽ പറഞ്ഞത് ചെയ്തത്, എന്തോ ആവട്ടെ, കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ആ വാക്കുകൾ കുറച്ച് കഠിനമായി പോയി. അത് മനാഫിനെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചെങ്കിലും തിരിച്ചറിവുണ്ടെങ്കിൽ പറ്റാത്ത മനുഷ്യരില്ല. അപ്പോൾ കുറച്ചെങ്കിലും തിരിച്ചറിവ് വന്നിട്ടുണ്ടെങ്കിൽ മനാഫിനെ വിളിച്ച് നിങ്ങൾ ആ കാര്യം അറിയിക്കുക, അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുക. മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരേ ഒരു കാര്യം തെറ്റ് സംഭവിച്ചാൽ തിരുത്തുക എന്ന് മാത്രമാണ്. അതിനുള്ള ആർജവം കാണിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.